കേരളത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് നമുക്കറിയാം. ഇപ്പോൾ അതിൽ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി കൈകൂപ്പി പറയുകയാണ് ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കൂ എന്ന്. പക്ഷേ ഇതിന് രണ്ടു കൂട്ടരും തയ്യാറാകുന്നില്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കും തയ്യാറാകാത്തത്? കേരള സർക്കാരിൻ്റെ പിടിവാശിയാണ് ഒരു കാരണം. ഗവർണർ നിയമം വിട്ട് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. തൻ്റെ അധികാരം എന്താണോ, തനിക്ക് നിർവചിച്ചിരിക്കുന്ന, തനിക്ക് കൽപ്പിച്ചിരിക്കുന്ന തൻ്റെ അധികാരം എന്താണോ അത് താൻ നിർവഹിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് എന്ത് വെല്ലുവിളി ഉയർന്നാലും, എന്ത് ഭീഷണി ഉയർന്നാലും അതൊന്നും വകവെക്കില്ല എന്ന് ഗവർണർ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇത് ഈ ഗവർണർ മാത്രമല്ല, ഇതിന് മുമ്പിരുന്ന ഗവർണറുമായിട്ടും ആരംഭിച്ച തർക്കങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. ഗവർണർ മാറി പുതിയ ഗവർണർ വന്നെങ്കിലും ആ പഴയ തർക്കങ്ങൾ അതുപോലെ നിൽക്കുകയാണ്. കാരണം സംസ്ഥാന സർക്കാർ പറയുന്നത് ഗവർണർ അങ്ങ് അനുസരിച്ചുകൊള്ളണം. അതെവിടുത്തെ ന്യായമാണ്? ഈ സംസ്ഥാന സർക്കാർ പറയുന്നത് നിയമം വിട്ട് അല്ലെങ്കിൽ ചട്ടങ്ങൾക്കും വകുപ്പുകൾക്കും അനുസരിച്ചല്ല, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എങ്കിൽ അത് ഗവർണർ അനുസരിക്കേണ്ടതുണ്ടോ? ഇനി ഗവർണറെ നീക്കം ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ചാൻസലർ സ്ഥാനത്തുനിന്ന്, സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തുനിന്ന് ഗവർണറെ നീക്കം ചെയ്യാനുള്ള സർക്കാരിൻ്റെ ഏകപക്ഷീയമായ തീരുമാനത്തെ അതും ഗവർണർ തന്നെ അംഗീകരിക്കണമെന്നാണോ? ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വേറെ ഗതികെട്ട്, നിവർത്തികെട്ട് കൈകൂപ്പി പറയുകയാണ്, ഇനിയും സ്തംഭിപ്പിക്കരുത്. സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. അവിടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് 2 മാസമായി. അതുപോലെ തന്നെ അവിടുത്തെ പണമടയ്ക്കാത്തത് കൊണ്ട് ഇന്റർനെറ്റിന്റെ സേവനം കട്ട് ചെയ്യുന്ന അവസ്ഥയില്ല. അല്ല, അത് എന്തുകൊണ്ടായിരിക്കും സുപ്രീം കോടതി ഒരു ശക്തമായ ഒരു നടപടി എടുക്കാത്തത്? സുപ്രീം കോടതി ഒരു ജനാധിപത്യ സർക്കാരിനെതിരെ സുപ്രീം കോടതി എടുക്കേണ്ട നടപടി 356 അനുസരിച്ചുള്ളതാണ്. അത് എടുക്കാൻ സുപ്രീം കോടതിക്ക് പറ്റില്ല. അത് വലിയ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഗതികെട്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ കൈകൂപ്പി യാചിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കും. അതായത് ഈ VC നിയമനത്തിൽ സംസ്ഥാന സർക്കാർ ഗവർണറുടെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല. താൽക്കാലിക VCയെ നിയമിച്ചത് ഞങ്ങൾ അംഗീകരിക്കില്ല. അത് ചട്ടവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കേണ്ട. UGC നിയമങ്ങൾക്കും സർവകലാശാല നിയമങ്ങൾക്കും വിരുദ്ധമായിട്ട് ഗവർണർ പ്രവർത്തിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട, അതിനെ ചോദ്യം ചെയ്യണം. അക്കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. പക്ഷേ UGC ചട്ടങ്ങളും സർവകലാശാല നിയമങ്ങളും അനുസരിച്ചാണ് ഗവർണർ നിയമിച്ചതെങ്കിൽ എന്താണ് സംസ്ഥാന സർക്കാരിന് അത് ഉൾക്കൊള്ളാൻ, അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്? അവിടെ അപ്പോൾ ആ ഈഗോയാണ്. അതായത് ഞങ്ങൾ പറയും, നിങ്ങൾ അനുസരിച്ചു കൊള്ളുക, ഈ ധാർഷ്ട്യമാണ്. അത് ഈ ഗവർണർ വന്ന ഇപ്പോഴത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും ശരി, നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആയാലും ശരി, അതവർ അംഗീകരിക്കാൻ തയ്യാറില്ല. അവർ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അവരങ്ങനെ തന്നെ പോവുകയും ചെയ്യും. ഇപ്പോൾ ഈ സാങ്കേതിക സർവകലാശാലയുടെ VC സുപ്രീം കോടതിയിൽ പറയുകയാണ്, ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് 2 മാസമായി, ഇന്റർനെറ്റ് കണക്ഷൻ ഇപ്പോൾ വിച്ഛേദിക്കും, പണമടച്ചിട്ടില്ല, ഇങ്ങനെ 100 പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം കാരണം ഈ ബജറ്റ് പാസ്സാക്കാൻ പറ്റിയിട്ടില്ല. ബജറ്റ് പാസ്സാക്കണമെങ്കിൽ സിൻഡിക്കേറ്റിലെയും സെനറ്റിൻ്റെയും പിന്നെ യോഗം ചേരണം. അവിടെ ക്വാറം തികയണം. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ, അതുപോലെ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സെനറ്റ് അംഗങ്ങൾ, ഇവർ പങ്കെടുക്കുന്നില്ല. ഇവർ പങ്കെടുക്കാത്തത് കൊണ്ട് ക്വാറം തികയുന്നില്ല. ക്വാറം തികയാത്തത് കൊണ്ട് തന്നെ ഈ ബജറ്റ് പാസ്സാക്കാൻ സാധിക്കുന്നില്ല. ബജറ്റ് പാസ്സാക്കിയാൽ മാത്രമേ ഈ തുക സർവകലാശാലയിലേക്ക് സർവകലാശാലയുടെ അക്കൗണ്ടിലേക്ക് അലോട്ട് ചെയ്യുള്ളൂ, അത് വരുള്ളൂ. അപ്പോൾ മാത്രമേ ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനെല്ലാം തടസ്സം നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ പ്രതിനിധികളെ അയക്കുന്നില്ല യോഗത്തിലേക്ക്. അതുപോലെ ഇടത് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ഗതികെട്ട് ഈ VCക്ക്, സാങ്കേതിക സർവകലാശാലയുടെ VC K ശിവപ്രസാദിന് സുപ്രീം കോടതിയിൽ തൻ്റെ ഈ ഗതികേട്, ഈ ദുരവസ്ഥ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടി വന്നിരിക്കുകയാണ്. അത് അദ്ദേഹം ബോധ്യപ്പെടുത്തി. കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ സുപ്രീം കോടതി പറയുകയാണ്, ഇതിൻ്റെ അടിയൊഴുക്കുകൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ഇതിൻ്റെ മേലൊഴുക്കുകൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം.
അത് 2 ജഡ്ജിമാരാണ്, JB പർദിവാലയും KV വിശ്വനാഥനും. ഡിവിഷൻ ബെഞ്ചാണ്. അവർ പറയുകയാണ്, കേരളത്തിൽ ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളുടെ അടിയൊഴുക്ക് ഞങ്ങൾക്കറിയാം, ഇതിൻ്റെ മേലൊഴുക്കും ഞങ്ങൾക്കറിയാം. ഞങ്ങളെ കൊണ്ട് കടുത്ത തീരുമാനത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടരുത് എന്ന അർത്ഥത്തിലാണ് സുപ്രീം കോടതി പ്രതികരിച്ചിരിക്കുന്നത്. അവരുടെ ആ വരികൾക്കിടയിൽ വളരെ കൃത്യമായിട്ടുണ്ട്, ഈ സിൻഡിക്കേറ്റ് യോഗം നടക്കാതെ ബജറ്റ് പാസ്സാക്കാതെ ഇങ്ങനെ കളിക്കുന്നത്, സംസ്ഥാന സർക്കാർ ഇങ്ങനെ കളി തുടരുന്നത് നല്ലതല്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കോടതി കൈകൂപ്പി അവരോട് പറയുകയാണ്, ഇനിയും ഭരണം സ്തംഭിപ്പിക്കരുത് സർവകലാശാലയുടെ. വളരെ വ്യക്തമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മർക്കടമുഷ്ടിയും ധാർഷ്ട്യവുമാണ് കേരളത്തിലെ സർവകലാശാലകളെ, അത് സാധാരണ സർവകലാശാലയായാലും ആരോഗ്യ സർവകലാശാലയായാലും ഡിജിറ്റൽ സർവകലാശാലയായാലും സാങ്കേതിക തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിലെങ്കിലും ഒരു വെടിനിർത്തൽ ഉണ്ടാകുമോ? ഇല്ല, അവർക്ക് ആ വെടിനിർത്തൽ ഉണ്ടാകണ്ട എന്നാണ്. ജീവനക്കാർ കഷ്ടപ്പെട്ടോട്ടെ, അവർ ശമ്പളം വാങ്ങണ്ട, ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ നയം. എന്നാലും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, അതിൽ മാറ്റമൊന്നുമില്ല. ജീവനക്കാർ കഷ്ടപ്പെട്ടാലും ശരി, വിദ്യാർത്ഥികളുടെ ഭാവി തകർന്നാലും ശരി, സർവകലാശാലകളെല്ലാം പൂട്ടിപ്പോയാലും ശരി, ഞങ്ങൾ ഇതിനൊന്നും വഴങ്ങില്ല. ഇത് കേരളമാണ്. സർവകലാശാലകളോ കോളേജുകളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഗവർണറുടെ തന്തയുടെ വകയല്ല എന്ന് എഴുതിയ ബാനർ ഉയർത്താൻ CPM-ന്റെ വിദ്യാർത്ഥി സംഘടനയായ SFIയെ കൊണ്ട് അവരത് ചെയ്യിക്കും. എന്നിട്ട് ഈ ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ എന്തെങ്കിലും ഒരു തീരുമാനം ചട്ടങ്ങളും വകുപ്പുകളും നിയമങ്ങളും അനുസരിച്ച് സ്വീകരിച്ചാൽ അതിനെ എതിർക്കും. ഇവിടെ ഞങ്ങൾ പറയുന്നതാണ് നിയമം, ഞങ്ങൾ നിശ്ചയിക്കുന്നതാണ് നടക്കേണ്ടത്. ഈ ഒരു ഹുങ്കാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളെയും പിന്നോട്ടടിച്ചിരിക്കുന്നു. മാത്രമല്ല, പല സർവകലാശാലകളിലും ഭരണസ്തംഭനമാണ്. ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു പ്രതിപക്ഷവുമില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. സംസ്ഥാന സർക്കാർ ഇതൊക്കെ ചെയ്യുന്നു, ശരിയാണ്. പ്രതിപക്ഷം എവിടെ? ഇത് ചോദ്യം ചെയ്യാനുള്ള പ്രതിപക്ഷം എവിടെ പോയി? ഇവിടെ MLA ഇല്ലെങ്കിലും BJPക്ക് ഇതൊക്കെ ചോദ്യം ചെയ്യാമല്ലോ. BJP ഒരു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയല്ലേ. എവിടെ പോയി BJP ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ ഈ കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ആർക്കും തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചോ ഈ അധ്യാപകർ കുട്ടികൾ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ എല്ലാ വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. അവർ മനസ്സിലാക്കിയിട്ട് വർഷങ്ങളായി. അതുകൊണ്ടാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് വിദേശങ്ങളിൽ അടക്കം. പണമുള്ളവർ വിദേശത്ത് പോയി പഠിക്കുന്നു, പണമില്ലാത്തവർ മറ്റ് സംസ്ഥാനങ്ങൾ തേടി പോകുന്നു. തമിഴ്നാട്, കർണാടക, അതുപോലെ യുപിയിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ പോയിരിക്കുന്ന മലയാളി കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആർട്സ് സബ്ജക്റ്റുകളിൽ പോലും 15,000 സീറ്റ് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ കേരളത്തിൽ വളരെ കൃത്യമായിട്ടും സർവകലാശാലകളെ തകർക്കാനുള്ള ഒരു അജണ്ടയുമായിട്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാർ അതിന് ചൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതിക്കടക്കം മനസ്സിലായ കാര്യം. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ കൈകൂപ്പി അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് ഇനിയും ഭരണം സ്തംഭിപ്പിക്കരുത്, സർവകലാശാലകളുടെ ഭരണം സ്തംഭിപ്പിക്കരുത്, അത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകട്ടെ, ജീവനക്കാർക്ക് ശമ്പളം കിട്ടണം, വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കരുത് എന്ന് വളരെ വിഷമത്തോടുകൂടി ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർവകലാശാലകളുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്ന മുന്നറിയിപ്പ് പോലും കോടതി ഇവിടെ കൊടുക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഒരു അക്ഷരം മിണ്ടുന്നില്ല. പറയുന്നത് VC നിയമനം ചട്ടം ലംഘിച്ചാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിനിധികളെ വിടാത്തത്. VC നിയമനം ചട്ടം ലംഘിച്ചാണ്. ആ കേസ് കോടതിയിൽ നിൽക്കുകയാണ്. കോടതി എത്രയും പെട്ടെന്ന് സ്ഥിരം VCയെ നിയമിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ നിർദ്ദേശിച്ചു ഗവർണറോടും സംസ്ഥാന സർക്കാരിനോടും. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് അതുവരെ VC ആയിട്ട് തുടരാൻ ഗവർണർ നിശ്ചയിച്ച ആൾക്കാർ തുടരട്ടെ എന്ന് പോലും ഒരു തീരുമാനമുണ്ടായിട്ട് അതിനെ അനുസരിക്കാതെ ഈ വലിയ വെല്ലുവിളിയുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഒരു സംശയവും വേണ്ട. ഈ നല്ല ഒരു ആഹ്ലാദകരമായിട്ട് ആഘോഷിക്കേണ്ട ഓണം
ഡിജിറ്റൽ സർവകലാശാലയിലെ ജീവനക്കാരെ സംബന്ധിച്ച് അത് വറുതിയുടെ ഓണമായി മാറിയിരിക്കുകയാണ്. അവർക്ക് 2 മാസത്തെ ശമ്പളം കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം അവിടെ കിട്ടേണ്ടതുണ്ട്. അതുപോലും കിട്ടാതെ ആ സർവകലാശാലയെ സമ്പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.